എൻ്റെ പേര് ഹരി കൃഷ്ണൻ നമ്പൂതിരി എന്നാണ്. ഹരി നമ്പൂതിരി എന്നാണ് പൊതുവെ, അല്ലെ ഹരി കൃഷ്ണൻ എന്നാണ് പൊതുവെ അറിയുന്നത്. ഞാന് തലവടിക്കാരനാണ്, ജോലിയല്ല. നമ്പൂതിരി ഫലം പറഞ്ഞതേ ഉള്ളൂ. തിരുവല്ല എടത്വാ റൂട്ടിലുള്ള ഒരു ഗ്രാമമാണ് തലവടി എന്ന് പറയുന്നത്. പക്ഷെ ട്രിവാൻഡ്രത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പേരൻസും അച്ഛനും അമ്മയൊക്കെ ട്രിവാൻഡ്രത്താണ്. അച്ഛൻ ഹിന്ദി പ്രൊഫസറായിരുന്നു, റിട്ടയർ ആയി. എൻ്റെ സിസ്റ്റർ ഹിന്ദി പ്രൊഫസറാണ് ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ. ഇളയാള് സ്കൂൾ ടീച്ചറായിരുന്നു. അങ്ങനെ ഒരു 3 പേരടങ്ങുന്ന കുടുംബമാണ്. ഇവിടെ വന്നിട്ട് 25 വർഷത്തോളമാവുന്നു. ഇവിടെ 5 സുന്ദരികളും ഞാനുമായിട്ടാണ് കഴിയുന്നത്. ഭാര്യ ഉൾപ്പെടെ 4 പെൺകുട്ടികളാണ്. മൂത്താൾ ആര്യ, രണ്ടാമത്തെ ആൾ സൂര്യ, പിന്നെ ഭാര്യ എന്നാണ് ഞാൻ പ്രാസമൊപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ആൺകുട്ടി വേണ്ടേ എന്നുള്ള അച്ഛൻ്റെ അമ്മയുടെയും വിളിയുടെ പരിണത ഫലമായി 2 ഇരട്ട പെൺകുട്ടികൾ. അങ്ങനെ വീണ, വർഷ. എൻ്റെ വൈഫ് മായ, ഷീസ് എ സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റ് ആണ്. ഞാൻ ലോങ് ടേം കെയറിലും അക്യൂട്ട് കെയറിലും പോസ്റ്റ് അക്യൂട്ട് കെയറിലും ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഞാൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എന്ന് പറയുന്ന അന്നത്തെ ഇപ്പോഴത്തെ ലൈഫ് കെയർ HLന്റെ ആക്കുളം പ്രോജക്റ്റിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് ഹെഡായിരുന്നു. അതിനുശേഷം എൻ്റെ വൈഫ് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റ് ആയിരുന്നു. 2 പേരും ലീവ് എടുത്താണ് ഇങ്ങോട്ട് ആദ്യം വരുന്നതും പിന്നെ അതിനുശേഷം നമ്മളിവിടെ സെറ്റിൽ ചെയ്യുന്നതും. ആർക്കെങ്കിലും എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതോടുകൂടി തുടങ്ങാം. എന്ത് പറയുന്നു വിജയൻ സാർ? തീർച്ചയായിട്ടും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇരിക്കുന്നു. 2 പേരും ഗവൺമെന്റ് ജോലി, ഗവൺമെന്റ് അണ്ടർടേക്കിംഗ്, ഹാപ്പി ഗോ ലക്കി. ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കോൾ വരുന്നു, വൈഫിന് അമേരിക്കയിൽ വരാൻ താല്പര്യമുണ്ടോ? ഞങ്ങളൊരു റീഹാബ് കമ്പനിയാണ്. ഞങ്ങൾക്ക് ഹോസ്പിറ്റൽസുമായിട്ടും നഴ്സിംഗ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സുമായിട്ടും കോൺട്രാക്ട് ഉണ്ട്, താല്പര്യം വരാം. ബീങ് എൻ ഓർത്തഡോക്സ് ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി, കല്യാണം കഴിഞ്ഞ് ഇരിക്കുന്ന സമയം സ്ത്രീകളെ ഇങ്ങനെ പെട്ടെന്ന് അമേരിക്കയിലേക്കോ മറ്റു വിദേശ രാജ്യങ്ങളിലോട്ടോ പോകുന്നതിനോട് കുടുംബത്തിന് മൊത്തത്തിൽ അനുകൂലമായ അഭിപ്രായം അല്ല ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല, ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെയാണ്, ഇനിയിപ്പോൾ ഉടനെ പോകുന്നില്ല എന്ന് പറയുകയും 6 മാസം കഴിഞ്ഞ് ഈ കമ്പനിയുടെ പ്രതിനിധികൾ ചെന്നൈയിൽ വരികയും അവിടെ നിന്ന് ആദ്യം വിളിക്കുകയും വന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഐ എം റെവല്യൂഷണറി. അപ്പം നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി നെവർ അവൈറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഏതായാലും നമുക്കിന്ന് പോവാം, ഇവരുമായിട്ടൊന്ന് സംസാരിക്കാമെന്ന് തീരുമാനിക്കുകയും, പക്ഷെ ഒരു പ്ലാനോട് കൂടിയേ പോയത്, എൻ്റെ വൈഫ് പോവുകയാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ വൈഫ് പോകുന്നില്ല. എപ്പോഴും ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ. പിന്നെ ഓൺലി ജീവിതത്തിലെ ഒരു പ്രധാന പാഠം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതായിരിക്കാം, ഓൺലി ക്രൈയിങ് ബേബീസ് ഗെറ്റ് മിൽക്ക്. നിങ്ങൾ കരഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് പാല് കിട്ടണമെന്നില്ല. ജോലിയിലാണെങ്കിലും പുതിയ പാതകൾ വെട്ടി തുറക്കുന്നതിലാണെങ്കിലും പുതിയ പന്ഥാവ് കണ്ടെത്തുന്നതിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയണം. പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഗവൺമെന്റ് ഓഫീസിൽ പോയി കാര്യം വന്നു, കണ്ടു, നാളെ വരാൻ പറഞ്ഞു, മറ്റന്നാൾ വരാൻ പറഞ്ഞു, അതിൻ്റെ അടുത്ത ദിവസം വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടുമോറോ നെവർ കംസ്. നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഐ വാണ്ട് തിങ്സ് ടു ബി ഡൺ നൗ എന്ന് നമ്മൾ അത് വേണ്ട രീതിയിൽ പറയണം. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇവിടെ പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും ഞങ്ങളെ കൂടെ കൊണ്ടുപോയി. എനിക്ക് മൂത്ത മോള് 3 വയസ്സ്, ആര്യ
നിങ്ങളെ കൊണ്ടുപോയാൽ മാത്രമേ വരുള്ളൂ. അപ്പൊ പറഞ്ഞു ഇവിടെ ഒരു H1B എന്നൊരു പ്രക്രിയയുണ്ട്, അതാണ് നിങ്ങളുടെ വൈഫിന് വേണ്ടി ചെയ്യുന്നത്, അതാണ് പ്രൊഫഷണൽ വിസ. അത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോകാൻ പക്ഷേ H4 ഡിപ്പെൻഡന്റ് വിസയിലാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. കുറച്ച് സമയമെടുക്കും, ഒരു 6 മാസത്തിനകത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം എന്ന് പറയുകയുണ്ടായി. ഏതായാലും അത് നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞു, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം വൈഫ് ആദ്യമായി മിഷിഗൺ സ്റ്റേറ്റിൽ വന്നിറങ്ങുകയും ഡിട്രോയിറ്റ് എന്നുള്ള സിറ്റിയിൽ വന്നിറങ്ങുകയും ചെയ്തു. മൈസൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലാണ് പഠിച്ചിരുന്നത് ഒഴിച്ചാൽ മറ്റ് സ്ഥലങ്ങളിലൊന്നും വൈഫ് യാത്ര ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളെല്ലാം വെജിറ്റേറിയൻസ് ആണ്. വൈഫ് വെളിയിൽ പോയി വേറെ മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യത്തെ കോൾ എന്ന് പറയുന്നത് മിഷിഗണിലെ ഡേയ്സ് ഇൻ എന്നൊരു ഹോട്ടലിൽ നിന്നുകൊണ്ട് എനിക്കൊരു കോൾ വരുന്നു. ചേട്ടാ, ചേട്ടാ, ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ സ്റ്റേ ഹിയർ. ഒരു പിസ്സ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, റബ്ബർ പോലെ ഇരിക്കുന്നു, ചീസൊക്കെയാണെന്നാണ് പറയുന്നത്, കഴിക്കാൻ മനം മുരട്ടുന്നു, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ഏതായാലും അവിടെ വന്നിറങ്ങി. ഇനി അങ്ങോട്ട് ഇനി ഒരു തിരിച്ചു വരവിനെ പറ്റി ഉടനെ ചിന്തിക്കുന്നത് ശരിയല്ല. അതുമല്ല, നമ്മൾ പിടിച്ചു നിൽക്കണം, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, കൂടെ പഠിച്ചിരുന്ന 2-3 പേരൂടെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതായാലും നിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വൈഫ് ഡ്രൈവ് ചെയ്യത്തില്ല. അപ്പം അവിടുത്തെ തന്നെ ഒരാളെ ഡ്രൈവ് ചെയ്യാൻ ഏർപ്പാടാക്കി ഇവരെ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലോ ക്ലിനിക്കിലോ നഴ്സിംഗ് ആൻഡ് റീഹാബിലിറ്റേഷനിലോ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. 6 മാസം കഴിഞ്ഞ് എനിക്ക് H4 വിസ കിട്ടി. ഞാൻ ടെന്നസിയിൽ ആണ് എൻ്റെ കുടുംബമായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത്, വൈഫുമായിട്ട് ജോയിൻ ചെയ്യുന്നത് 6 മാസം കഴിഞ്ഞ്. കാര്യം ഈ കമ്പനിക്ക് പല നഴ്സിംഗ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സും ഹോസ്പിറ്റൽസുമായിട്ട് കോൺട്രാക്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പലയിടത്തും ഒരു ട്രാവലിംഗ് തെറപ്പിസ്റ്റ് ആയിട്ടാണ് പോവേണ്ടി വന്നത്. അങ്ങനെ ടെന്നസി ഞാൻ ജോയിൻ ചെയ്യുന്നു. ഞാൻ വന്നിറങ്ങുന്നു, മൂത്തമോളുമായിട്ട് അവിടെ വന്നിറങ്ങുന്നു. ഞാൻ ലീവിലാണെന്ന് ആലോചിക്കണം. വന്നു, ആരെയും പരിചയമില്ല. അവിടെ പ്രത്യേകിച്ച് കൂടുതൽ വെള്ളക്കാർ മാത്രമേ ഉള്ളൂ, ഇന്ത്യക്കാർ അധികമില്ല. ബോറടിക്കുന്നെങ്കിൽ പറയണം ഇടയ്ക്ക്. അപ്പോൾ അധികം ആൾക്കാരില്ല. അപ്പോൾ ഉള്ളവര് നമ്മൾ പരിചയപ്പെടണം, സംസാരിക്കണം. നമുക്കെല്ലാവർക്കും ആക്സെന്റ് ഉണ്ട്. ഇവിടെ ഉള്ളവർ ആക്സെന്റ് ഇല്ല എന്ന് പറയുന്നത്, നമുക്കൊരു ആക്സെന്റ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ആ തിക്ക ആക്സെന്റും നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലാവണമെന്നില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവണമെന്നില്ല. ആദ്യത്തെ സിറ്റുവേഷൻ ഇപ്പോഴും ആക്സെന്റ് ഒന്നും അങ്ങനെയൊന്നും പെട്ടെന്ന് മാറുന്നില്ല. യു കൻ നോട്ട് തിങ്ക് വിത്ത് ആൻ ആക്സെന്റ്, യു വർക്ക് വിത്ത് ആൻ ആക്സെന്റ്. അപ്പം അങ്ങനെ ഏതായാലും വന്നു, വീട്ടിൽ ഇരിക്കുന്നു, കുറച്ചൊക്കെ പാചകങ്ങൾ ചെയ്യുന്നു. മോളപ്പം പോയി തുടങ്ങിയില്ല, UKG LKG മുതലായ സ്ഥലങ്ങളിലൊന്നും പോയി തുടങ്ങിയില്ല. ഏതായാലും അങ്ങനെ തുടങ്ങി വന്നു. 6 മാസം അല്ല, ഒരു മാസം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, നമുക്കിവിടെ ആളുകളെ പരിചയപ്പെടുന്നില്ല, ആരുമായിട്ടും ബന്ധമില്ല, നമ്മളിവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരുന്നാൽ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഞാനൊരു ഇവിടെ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൽ നിന്ന് വന്ന് വീട്ടിയിരിക്കുന്നു. അങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് ഏതായാലും ഞാനൊരു കടയിൽ പോയപ്പോൾ ഒരു ഇന്ത്യക്കാരനെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓ മൈ ഗോഡ്, ബിങ്കോ, പേഴ്സണോട് കണ്ടല്ലോ. വളരെ എക്സൈറ്റഡ് ആയിട്ട് പുള്ളിയോട് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടർ ആയിരുന്നു, ഞാൻ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്ര ആൾക്കാർ. ഓ വെരി ഗുഡ് വെരി ഗുഡ് എന്നൊക്കെ പുള്ളി പറഞ്ഞു. ഞാനൊരു ആർ യു എ ലയൺ എന്നാണ് എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത്. അപ്പോൾ ആർ യു എ ലയൺ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് തന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനും ഒന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞു, യെസ് ഐ ആം എ ലയൺ, ഐ ക്യാൻ ഡു ഇറ്റ്, തിങ്സ് ലൈക്ക് ദാറ്റ്. അതെല്ലാം ഞാൻ ചോദിച്ചു. ആർ യു എ ലയൺസ് ക്ലബ് മെമ്പർ എന്നാണ് ചോദിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോ
പിന്നെ ഞാൻ പറഞ്ഞു അലയൻസ് ക്ലബിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഞാൻ അതിനെപ്പറ്റിയുള്ള സാമാന്യ ജ്ഞാനം വിളമ്പുണ്ടായി. അതിനുശേഷം എന്നാൽ ഐ എം ഗോയിങ് ടു ഇൻവൈറ്റ് യു ആസ് എ ഗസ്റ്റ് സാറ്റർഡേസ് മീറ്റിംഗ്, യു വാണ്ട് ടു കം? പറഞ്ഞു യെസ്. ഞാൻ പറഞ്ഞു യെസ്, ഞാൻ വരാൻ വളരെ താല്പര്യമുണ്ട്, ഞാൻ വരാൻ, ആൾക്കാരെ പരിചയപ്പെടാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജാക്കറ്റും ടൈയും വേണം വരാനായിട്ടെന്ന് പറഞ്ഞു. നെവർ വോർ എ ടൈ, നെവർ വോർ എ ജാക്കറ്റ്, നെവർ ഡ്രോവ് എ കാർ. സോ ഏതായാലും അത് നമുക്ക് ശരിയാക്കാന്നുള്ളൊരു ധാരണയിൽ വന്ന് അപ്പൊ ഞാൻ അവിടുന്ന് ടാക്സി പിടിച്ചാണ് അങ്ങോട്ട് പോയത്. തിരിച്ച് പുള്ളി എൻ്റെ അപ്പാർട്ട്മെന്റിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്താ വേണ്ടത്, ജാക്കറ്റ് വേണം, ടൈ വേണം, ഈ പരിപാടിക്ക് പോവുകയും വേണം. ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ കണ്ടു ഒരു ഗരാജ് സെയിൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നു അപ്പാർട്ട്മെന്റിന്റെ അടുത്ത്. അപ്പൊ ഞാൻ ഗരാജിൽ കാറുകൾ ഇടുന്നല്ലേ സാധാരണ, അല്ലാതെ ഈ ഇങ്ങനെ ഗരാജിൽ അങ്ങനെ ഒരു സെയിൽ എന്നൊരു കൺഫ്യൂഷൻ. ഏതായാലും നമുക്ക് പോയി നോക്കാം. അപ്പൊ ഗരാജുകളിൽ പഴയ സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരു പരിപാടി ഉണ്ട് അമേരിക്കയിൽ ഉടനീളമുണ്ട്. ഒരു സാധനവും അവർ കളയില്ല. സാധനങ്ങളെല്ലാം ഇങ്ങനെ തൂക്കിയിട്ടും ജാക്കറ്റ് ആണെങ്കിലും ഉടുപ്പുകളാണെങ്കിലും എല്ലാം തൂക്കിയിട്ടൊരു വിൽപ്പനയുണ്ട്, പഴയ ഷൂസുകളും എല്ലാം കൂടെ. അവിടെ ചെന്നപ്പോൾ ഒരു ജാക്കറ്റ് കാണുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജാക്കറ്റിന് $2 ടൈക്ക് 50 സെന്റും ഒരു ജാക്കറ്റും ടൈയും കിടപ്പുണ്ട്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ജാക്കറ്റ് വളരെ പാകം. ടൈ കെട്ടാൻ അറിഞ്ഞുകൂടാ. അപ്പൊ പുള്ളിയോട് ടൈയുടെ ഹുക്കൊക്കെ ഇട്ട് തരാൻ പറഞ്ഞു. പുള്ളി അത് ഇട്ട് വലിച്ചാൽ മതിയല്ലോ, നേരെ പോകാൻ പറഞ്ഞു. ഏതായാലും ജാക്കറ്റും ടൈയുടെ ഹുക്കും ഒക്കെ ആയിട്ട് വീട്ടിലോട്ട് ചെന്നു വൈഫിനോട് പറഞ്ഞു, എനിക്ക് അമേരിക്കൻ ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, ഞാൻ ഇതിൽ ഒരു അമേരിക്കൻ ആൾക്കാരുടെ ഇടയിൽ ഒരു വലിയ മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിൽ എന്നെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എക്സൈറ്റഡ് ആയി വന്നു. അപ്പൊ അന്ന് ശനിയാഴ്ച രാവിലെ റെഡി ആവുന്നപ്പോ ടൈ ഇട്ടുമ്പോ നോക്കുമ്പോ ടൈ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ മുറുകി കിടക്കായിരുന്നു. നമ്മൾ പണ്ടെന്ന് നമ്മൾ ടൈ വാങ്ങിക്കുമ്പോഴും ഷർട്ടിന്റെ കോളറിന്റെ വലുപ്പം ഒന്നും നോക്കൂലല്ലോ ആ സിറ്റുവേഷൻ. ഏതായാലും ഉള്ള ടൈ കഴുത്ത് മുറുകി പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പോവുകയും അവിടെ നിന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അവിടെ നിന്നപ്പോൾ എല്ലാവരും പറയുന്നു, പലതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പലതും മനസ്സിലാവുന്നില്ല. യെസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഏതായാലും കാര്യം കഴിഞ്ഞു, പുള്ളിയായിട്ട് പരിചയപ്പെട്ടു. ഞാൻ പുള്ളിയോട് പറഞ്ഞു, എനിക്കൊരു ജോലി വേണം, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ജോലി വേണം, ഞാൻ ഇന്ന ആളായിരുന്നു. പിന്നെയും എൻ്റെ വീര ഗാഥകളൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയും, ഏതായാലും നാളെ എനിക്കൊരു ഹോട്ടലുണ്ട്, ഹോട്ടലില് എന്തെങ്കിലും ജോലി വരാൻ ചാൻസ് ഉണ്ട്, അപ്പൊ വന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ അവിടെ ചെല്ലുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് അപ്പോഴും പറയുന്നത്, ജനറൽ മാനേജറായിട്ട് ജോലി കിട്ടാൻ പോകുന്ന ഒരു ഹോട്ടലില് ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ അദ്ദേഹം വന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുമായിട്ട് ഒരുപാട് എംപ്ലോയീസുമായിട്ട് എനിക്ക് പല അവരെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ എക്സലൻസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, യങ് മാനേജേഴ്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ശരിയാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് അറിയത്തില്ല, ഒരു വേക്കൻസി ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ പലർക്കും എനിക്കും അറിഞ്ഞുകൂടാ, നിങ്ങൾക്കും അറിഞ്ഞുകൂടാ, അല്ല പലർക്കും അറിഞ്ഞുകൂടാ, മോട്ടലും ഹോട്ടലും തമ്മിൽ വ്യത്യാസം. ഇത് മോട്ടലാണ്. അപ്പൊ മോട്ടൽ എന്ന് പറയുമ്പോൾ അവിടെ റെസ്റ്റോറൻറ്റും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു 40 ബെഡിന്റെ ഒരു മോട്ടലായിരുന്നു അത്. അവിടെ ചെന്ന് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഹൗസ് കീപ്പർ ഇന്നലെ രാജിവെച്ചു, അപ്പോൾ ഹൗസ് കീപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, അതെങ്ങനെ സാറേ, how can I do that? I was a human resource director and I was managing 2,000 employees. I don't think that is my job. I can manage your front desk, I can run the hotel or motel, whatever. Sorry ഹരി, അതൊന്നും ഇപ്പൊ എനിക്ക് ആവശ്യമില്ല, താല്പര്യമുണ്ടെങ്കിൽ. അപ്പൊ ഞാനങ്ങ് എൻ്റെ മിഥ്യാഭിമാനം എൻ്റെ മനസ്സിൽ ചടകുടഞ്ഞെണീറ്റു. പക്ഷെ ഞാൻ തിരിച്ച് ഇറങ്ങാനായിട്ട് ഇന്നപ്പോൾ ഇവിടെ ആരും കാണുന്നില്ലല്ലോ, ഏതായാലും ഒന്ന് പരീക്ഷിക്കാം, ഒരു ജോലിയും ചെയ്യാതിരിക്കുകയല്ലേ എന്ന് പറയുകയും തിരിച്ചവിടെ പോവുകയും തിരിച്ച് ഉടനെ തന്നെ ഞാൻ ചെല്ലുകയും ഞാൻ തയ്യാറാണ്, ഈ ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും ഉണ്ടായി. അതിന്റെ പരിണിത ഫലമായി അന്ന് മുതൽ അവിടുത്തെ ഹൗസ് കീപ്പറായിട്ട് ജോയിൻ ചെയ്യാൻ ഉള്ള ഭാഗ്യം സിദ്ധിച്ചു.
അതായത് ഈ വാക്യൂമിങ് ദ ഫ്ലോർ നമ്മൾ കാർപ്പറ്റൊക്കെ ആയിരിക്കും, കാർപ്പറ്റ് വാക്യൂം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ജോലി എനിക്കുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അന്ന് കണ്ടൊരു വലിയ കാര്യം എന്താണ് എന്റർപ്രൈസ്. ഇപ്പോ അദ്ദേഹം ബെഡ് ഉണ്ടാക്കുന്നു, അദ്ദേഹത്തിന്റെ വൈഫ് ബാത്റൂം ക്ലീൻ ചെയ്യുന്നു. വാട്ട് ആൻ എന്റർപ്രൈസ്, റൈറ്റ്? ഞാന് ക്ലീൻ ചെയ്യുന്നു, പുള്ളി ബെഡ് മേക്ക് ചെയ്യുന്നു, പുള്ളിക്കാരി ബാത്റൂം ക്ലീൻ ചെയ്യുന്നു. സോ എന്തൊരു എന്റർപ്രൈസ് ആണ് ആ ഒരു ഓർഗനൈസേഷന്റെ കെട്ടിട ടീം വർക്ക് ഈസ് ഡ്രീം വർക്ക് എന്ന് മനസ്സിലാവുകയും ഏത് ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുവാനും സാധിച്ചു. അന്ന് തുടങ്ങിയതാണ് എൻ്റെ ജീവിതയാത്ര അമേരിക്കയിലെ. ഇപ്പോൾ ഗ്രാജുവലി പുള്ളി ഒരാളെ നോക്കിയിരിക്കുകയായിരുന്നു, ഒരു ട്രസ്റ്റ് വർത്തിയായിട്ട്. അവിടെ അധികം ഇന്ത്യക്കാരൊന്നുമില്ല, എവിടെയെങ്കിലും വെക്കേഷനൊക്കെ പോകണമെങ്കിൽ. ഗുജറാത്തി കമ്മ്യൂണിറ്റിയുടെ ഇടയിലുള്ള ഒരു വലിയൊരു കെട്ടുറപ്പ് എനിക്ക് മനസ്സിലാക്കാനിടയായി. ഇപ്പം പരസ്പര സ്നേഹവും പരസ്പര ഹെൽപ്പും ആ ഒരു ടുഗദർനെസ്സും എവിടെ പോയാലും അമേരിക്കയിൽ ഏകദേശം എനിക്കൊന്ന് 50-60% ഹോട്ടലുകൾ ഓൺ ചെയ്യുന്നത് ഗുജറാത്തി കമ്മ്യൂണിറ്റീസ് ആണ്. പലപ്പോഴും മോട്ടൽ പട്ടേൽസ് എന്നാണ് പലരും പറയുന്നത്. ഏതായാലും അവിടെ പരിപാടി തുടങ്ങി. പക്ഷെ 1 മാസം പണി ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സ് തോന്നി, ഇതല്ലല്ലോ എൻ്റെ ജീവിതം, എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിൽ കഥയില്ലല്ലോ. പല ആൾക്കാരെയും കോണ്ടാക്ട് ചെയ്യുന്നു. ആ സമയത്ത് 2.5 മാസം കഴിഞ്ഞു. ആ 2 മാസത്തിനിടയ്ക്ക് ഇവര് എൻ്റെ വൈഫിനെയും കൂടെ വർക്ക് ചെയ്യുന്നവരെയും കൊണ്ടുപോകുന്ന മിസ്സിസ് ബ്രൗൺ എന്നൊരു ലേഡിയുണ്ട്. ഷീസ് 80 years old. അപ്പൊ അവരാണ് കാർ ഓടിച്ച് കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അവർ കമ്പനി പൈസ കൊടുക്കും. അവരുമായിട്ട് ചങ്ങാത്തം കൂടുകയും അവരെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവർ ഡ്രൈവിംഗ് ഒക്കെ ഏറ്റെടുക്കാം എന്ന് പറയുകയും അത് ചെയ്യാം എന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴത്തേക്കും അവിടെ നിന്ന് കൊളംബിയ ടെന്നസിയിലേക്കാണല്ലോ ഞാൻ ജോയിൻ ചെയ്തത്. ടെന്നസിയിലാണല്ലോ, നാഷ്വില്ലാണ് ഞാൻ ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ കൊളംബിയ എന്ന സ്ഥലത്താണ്, സിറ്റിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് അപ്പോഴത്തേക്കും ട്രാൻസ്ഫർ ആയി. വൈഫിന് കമ്പനി മൂവ് ചെയ്തു, കിങ്സ്വിൽ എന്ന സ്ഥലത്തേക്ക് എത്തി. കിങ്സ്വിൽ എന്ന് പറയുന്ന ടെക്സസിന്റെ വേറൊരു സിറ്റിയാണ്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ വൈഫിനെ കൊണ്ടുവിടുക എന്നുള്ള ജോലി, ആരെങ്കിലും എയർപോർട്ടിൽ വന്നാൽ അവരെ പിക്ക് ചെയ്യുക എന്നുള്ള ചെറിയ ജോലി കൂടി ചെയ്തു. അപ്പൊ ക്യാഷ് ആയിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പം H4 ഡിപ്പെൻഡന്റ് വിസയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഏതായാലും കമ്പനി അക്കോമഡേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ആ വർഷം അവസാനത്തെ ടാക്സ് ഫയൽ ചെയ്യാനായപ്പോൾ H&R ബ്ലോക്ക് എന്നൊരു കമ്പനിയാണ്, പൊതുവെ തന്നെ വലിയൊരു ടാക്സ് കമ്പനിയാണ്. എല്ലാവർക്കും അവർ ടാക്സ് ഫയൽ ചെയ്യും. അപ്പൊ അവിടെ വൈഫിന്റെ W2 എന്ന് പറയുന്ന പേറോളിന്റെ ഒരു സമ്മറിയാണ്. അതും കൊണ്ട് അവിടെ ചെല്ലുകയും അവിടെ ചെന്ന് ഫയൽ ചെയ്യുന്ന സമയത്ത് ചെയ്യാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പത്രം കാണുകയും പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ക്ലാസിഫൈഡ്സ് കണ്ടു. MSW പ്രിഫേർഡ് സൈക്കോതെറാപ്പിസ്റ്റ് നീഡഡ്. ഞാൻ MSW ബാക്ക്ഗ്രൗണ്ട് ആയപ്പോൾ ഞാൻ ഗോട്ട് എക്സൈറ്റഡ്. അവിടുന്ന് 1 മണിക്കൂർ 40 മിനിറ്റ് ഡ്രൈവ് ഉള്ള ബ്രൗൺസ്വിൽ എന്ന സ്ഥലത്താണ് ഈ വേക്കൻസി. തിരിച്ച് വീട്ടിൽ വന്നു, ഫയൽ ചെയ്തു, തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു വേക്കൻസി വന്നിട്ടുണ്ട്, എനിക്ക് പറ്റിയ ജോലിയാണ്, എനിക്ക് അറിയാവുന്ന ഏരിയയാണ്, സോഷ്യൽ വർക്ക് ആയിരുന്നല്ലോ, ഒന്ന് പോയി നോക്കിയാലോ എന്ന് ആലോചിക്കുന്നു. ഞാൻ പിറ്റേ ദിവസം അതിനിടയ്ക്ക് ഒരു 1994 ഫോർഡ് എസ്കോർട്ട് സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കുകയും നമ്മൾ ആ കാറിലാണ് പിന്നെ ഇങ്ങോട്ട് മൂവിങ് ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ബ്രൗൺസ്വില്ലിലേക്ക് ഞാൻ പിറ്റേ ദിവസം ചെന്ന് ഞാൻ ജോലി വരാൻ തയ്യാറാണ്, എനിക്കറിയാം, എൻ്റെ എക്സ്പീരിയൻസ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇതിനൊരു ലൈസൻസ് വേണം, സോഷ്യൽ വർക്ക് ലൈസൻസ് വേണം, ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ നിങ്ങൾ H1B ചെയ്യണം. നമ്മൾ H1B ചെയ്യണമെന്ന് എനിക്കറിയാം, ഇതെല്ലാം ലൈസൻസിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ പറഞ്ഞത് പോകണം, ഹോസ്റ്റലിൽ അവിടെ ആപ്ലിക്കേഷൻ അയച്ച് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റേ പേപ്പർ വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വോളണ്ടിയർ ചെയ്യാം,
കുറച്ച് നാൾ വോളണ്ടറി ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം വോളണ്ടറി ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഓസ്റ്റിനിൽ പോയി. ഓസ്റ്റിനിൽ പോകണമെങ്കിൽ ഇപ്പം നമ്മളൊരാളെ കാണാൻ പോകുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ആളുകളെ കാണാൻ. അതൊന്നും നമുക്ക് അന്നത്തെ സിറ്റുവേഷനിൽ എനിക്കൊന്നും തോന്നിയില്ല. ഏതായാലും അവിടെ പോയി, അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് ഡയറക്ടർ കാണണമെന്ന് പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോയിന്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടുന്ന് 5 മണിക്കൂർ ദൂരെ നിന്നാണ് ഞാൻ വരുന്നത്, ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുകയാണ്, എനിക്ക് കണ്ടാലേ പറ്റുള്ളൂ, എനിക്കൊരു ടെമ്പററി ലൈസൻസും കിട്ടിയാൽ എനിക്ക് ജോലിക്ക് കയറാം. അവര് ഇല്ലാതെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൗണ്ടറിൽ. അപ്പൊ ഇവര് ഡയറക്ടർ അങ്ങോട്ട് പോകുന്നതും റെസ്റ്റ് റൂമിൽ പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ കാണാം. എന്നാൽ 2-2:30 ആയപ്പോൾ എന്നെ വിളിച്ചു. ഇയാളൊരു ശല്യക്കാരനാണല്ലോ, ഇയാൾ പോകുന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു. എന്നെ വിളിക്കുകയും അവര് ഞങ്ങൾ പിന്നെ ഒരു 5 മിനിറ്റ് സൗകര്യം തന്നത് 45 മിനിറ്റോളം സംസാരിക്കുകയും ടെമ്പററി ലൈസൻസിനുള്ള അപ്രൂവൽ നൽകുകയും ഉണ്ടായി. അതിനുശേഷം ഞാൻ അവിടെ വന്നു. ഞാൻ സൈക്കോതെറപ്പിസ്റ്റായിട്ട് ജോലി തുടർന്നു. അങ്ങനെ 2 വർഷം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കമ്പനിയുടെ ഉടമ ആ കമ്പനി അടയ്ക്കാൻ തീരുമാനിച്ചു. അതായത് ഇത് മെഡിക്കെയർ എന്നൊക്കെ പല സംവിധാനങ്ങളുണ്ട്, ഇൻഷുറൻസ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പൈസ മെഡിക്കെയ്ഡുള്ള പേഷ്യൻസിനെ കൂടെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് കിട്ടുന്ന വരുമാനം കുറഞ്ഞതുകൊണ്ട് തൽക്കാലം ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കുകയും അത് അടയ്ക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ ഒരു ICFMR ഫെസിലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പുള്ളിക്ക് ഒരു നഴ്സിംഗ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ICFMR ഫെസിലിറ്റി ഉണ്ട്. ICFMR എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് കെയർ ഫെസിലിറ്റി ഫോർ ദി മെന്റലി റിട്ടാർഡ്. അപ്പൊ എനിക്ക് ഒരു പിടിയില്ല, മെന്റൽ റിട്ടാർഡേഷൻ ഉള്ളവരുമായിട്ട് വർക്ക് ചെയ്തിട്ടോ ഒരു താല്പര്യമില്ല, പരിചയമില്ല. പക്ഷെ ആസ് എ സോഷ്യൽ വർക്ക്, ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ ഹ്യൂമൻ റിസോഴ്സ് പ്രൊഫഷണൽ, ഐ ക്യാൻ വർക്ക് വിത്ത് എനിബഡി എന്നുള്ളൊരു കൊണ്ട് ഏതായാലും അവിടെ പ്രോഗ്രാം ഡയറക്ടറായിട്ട് അവിടെ അദ്ദേഹം എന്നെ നിയമിച്ചു. അപ്പം അവര് പലരും കെയർ പ്ലാൻ ഉണ്ടാക്കുന്നു. അപ്പൊ അതിന്റെയൊക്കെ സൂപ്പർവിഷനും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുകയും ആ സമയത്ത് തന്നെ ഫ്രണ്ടില് അദ്ദേഹത്തിന് നഴ്സിംഗ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സോഷ്യൽ സർവീസിന്റെ കൺസൾട്ടിങ് കൂടെ നടത്തി. കാര്യം നമ്മൾ H1Bയിലും ട്രാൻസ്ഫർ ആണല്ലോ, അവർ പറയുന്ന പല കാര്യങ്ങളും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് എവിടെ പോയാലും ഈ കമ്പനിയുടെ CEO അല്ലെങ്കിൽ ലീഡേഴ്സുമായിട്ട് വളരെ അടുപ്പം സ്ഥാപിക്കാനുള്ള ഒരു ശേഷിയും ഉണ്ട്. മോറെടുക്കുന്നെങ്കിൽ പറയണം. ഞാന് സാറിനെ എല്ലാരും അങ്ങനെ അതിലെങ്ങനെ കേട്ടിരിക്കുകയാണ്, അതിലൂടെ സിനിമ പോലെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഏതായാലും അങ്ങനെ ഇരുന്നു. അപ്പം ഈ ഫ്രണ്ടിൽ കൺസൾട്ട് ചെയ്യുന്നപ്പോൾ ഞാൻ ഈ CEO അതിന്റെ ഓണറുമായിട്ട് വളരെ അടുപ്പത്തിലാണ്. അപ്പൊ പുള്ളി വരുന്നു, എന്റെ മുറിയിൽ വരുന്നു, ഇരിക്കുന്നു. അപ്പൊ ഈ നഴ്സിംഗ് ആൻഡ് റീഹാബിലിറ്റേഷൻ അഡ്മിനിസ്ട്രേറ്റർ ലേഡിയാണ്, അമേരിക്കൻ ലേഡിയാണ്. അവരും കൊണ്ടാണ് കാണിക്കുന്നത്. അവർക്ക് പേടിയായി എന്റെ ജോലി ഇദ്ദേഹം തട്ടിയെടുത്ത് കളയും. അപ്പൊ ആരും ആരുടെയും ജോലി ഒന്ന് തട്ടിയെടുക്കാൻ പോകുന്നു, നമ്മുടെ കഴിവനുസരിച്ച് നമുക്കുള്ള വഴികൾ തന്നെത്താനെ തുറക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും അപ്പൊ അങ്ങനെ ഇദ്ദേഹം ഇവർക്കൊരു പാരനോയിഡ് എന്താ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നപ്പോ എനിക്ക് ഒരു അൺഈസിനെസ് ആയി ഇവരുടെ പെരുമാറ്റം. അപ്പോ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹം ഈ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇതിൽ ഇട്ടുകൊണ്ടിരുന്നുള്ളൂ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാറ്റ്. ബാക്കിയുള്ളവരായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമുക്കിപ്പോ ഈ ഗ്ലോബലി ഉള്ള ആൾക്കാരുമായിട്ട് ഒരു ബന്ധം നമുക്കിപ്പോ കേരളത്തിൽ മാത്രം കൊണ്ട് ബിസിനസ് തീരുമല്ല. ഇപ്പൊ ഈ ഒരു സംഭവം നമ്മൾ കുറെ ദിവസം കഴിയുമ്പോഴത്തേക്ക് വി ഷാൽ ഓവർകം. ഇതിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി മാറിപ്പോവും. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറിപ്പോവും. നമ്മളെവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയേക്കണേ, ആരെങ്കിലും മ്യൂട്ട് അല്ല എന്നുണ്ടെങ്കിൽ. ഇനി അതുകൊണ്ട് വരാൻ ചാൻസ് കുറവാണ്. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് തരാം. കാരണം അവിടുത്തെ മൈക്കിന്റെ പതർച്ച വരുന്നത് കൊണ്ട് നല്ല ക്വാളിറ്റിയിൽ കേൾക്കുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമാണ്. ഓക്കെ. ഈ ഗ്ലോബലി റീച്ച് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് നോക്കണം. ലോകത്ത് വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട സെന്റേഴ്സിലൊക്കെ പരസ്പരം നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഒരു ഗ്ലോബൽ കൗൺസിൽ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം.
അപ്പൊ ഈ പുള്ളിക്കാരന് ഒരു 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 സ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഓഡി എന്നാണ്. ഓഡി, അവധൂത് സർദേശായി എന്നാണ് പേര്, പക്ഷെ ആ ഓഡി എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് എനിക്ക് ഓഡി കാറുകളോട് വലിയ ഹരമായിരുന്നു, ഓഡി കാർ മേടിക്കണം. ഏതായാലും പുള്ളിക്കൊരു ഒരു ഒരു ഹോബി എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് ആണ്. അപ്പൊ പുള്ളിയുടെ കൂടെ നിന്ന് ഞാൻ ഗാംബ്ലിംഗ് പഠിച്ചു. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, പുള്ളി ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ രാവിലെ തീരുമാനിക്കും നമുക്ക് ഇന്ന് ഗാംബ്ലിങ്ങിന് പോകണം, ലാസ് വേഗാസിൽ പോവാം, ഒരു $50,000 ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യും, ലെറ്റ് us ഗോ. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു, ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. ലെറ്റ് us ഗോ എന്ന് പറഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഫ്ലൈറ്റിൽ കയറി ലാസ് വേഗാസിൽ പോകും. അപ്പൊ പുള്ളി ഇങ്ങനെ ടേബിള്, പല റൂളറ്റ്, ബ്ലാക്ക് ജാക്ക്, പോക്കർ, ഇങ്ങനെ പലതും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള 3-4 സിൽബന്തികളുണ്ട്. ഞാനൊരു സിൽബന്തിയാണ്. $100 തരും, നമ്മളും കളിക്കും പുള്ളിയുടെ കൂടെ, പുള്ളിയെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്. അങ്ങനെ ഒരു ഗാംബ്ലർ ആയിരുന്നു പുള്ളി. അപ്പൊ ഒരുപാട് പൈസ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ തിരിച്ചു വരാനായിട്ട് പൈസ മുഴുവൻ പോകും. 4 ദിവസം പോകും, 4 ദിവസം കളിക്കും, പൈസ കിട്ടും, പൈസ മുഴുവൻ പോകും, തിരിച്ച് പൈസ വയർ ചെയ്യണം തിരിച്ചു വരാനായിട്ട്. അങ്ങനെ കൂടെ വന്നപ്പോൾ എനിക്കൊരു അന്തരീക്ഷം ശരിയാവുന്നില്ല, ആരോഗ്യത്തെ അഫക്റ്റ് ചെയ്യുമെന്നൊരു സംശയമായി. പിന്നെ ഒരു ഗാംബ്ലിംഗ് അഡിക്റ്റ് ആവുമോ എന്ന് സംശയമായി. അങ്ങനെ ഏതായാലും ഞാൻ തീരുമാനിച്ചു നമുക്ക് ഇത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ലൈസൻസും എടുക്കാം. ഇത് ഇങ്ങനെ നിന്നാൽ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ലൈസൻസ് എടുക്കുകയും അന്ന് മുതൽ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. സാവ സീനിയർ എന്നാണ് കമ്പനിയുടെ പേര്. ഏകദേശം 200ഓളം ഫെസിലിറ്റീസ് ഉണ്ട്. ഇറ്റ്സ് എ നഴ്സിംഗ് ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ്. അങ്ങനെ 15 വർഷം ഒരുപാട് വർക്ക് ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ, അക്യൂട്ട് കെയർ സെന്റേഴ്സിൽ ഉള്ള ഓഫേഴ്സ് വന്നുകൊണ്ടിരുന്നു. പക്ഷെ എന്നെ കമ്പനി വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. പല കാര്യങ്ങളിലും നമുക്ക് CEO റൗണ്ട് റിട്രീറ്റ് ഉണ്ട്, കമ്പനി പുതിയ പുതിയ സംഭവങ്ങൾ, ബോണസുകൾ, അത് ഇതൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. ഏതായാലും അക്യൂട്ട് സെക്ടറും അറിയണം എന്ന് വിചാരിച്ച് ഞാൻ 2016-17 ഞാൻ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. സൊളാറ ഹോസ്പിറ്റലിന്റെ CEO, 2 ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങളുടെ റിയോ ഗ്രാൻഡെ വാലി എന്ന് പറയുന്ന സ്ഥലത്ത്. അതായത് തെക്കേ അറ്റത്തുള്ള ഒരു അതിർത്തി പ്രദേശമാണ് റിയോ ഗ്രാൻഡെ വാലി. ഞാൻ താമസിക്കുന്ന മെക്കാലൻ എന്നുള്ള സ്ഥലത്താണ്, ബോർഡർ ടൗൺ ആണ്. അപ്പോൾ അത് ഹോസ്പിറ്റലിലെ CEO ആയിട്ട് 1-2 വർഷം വർക്ക് ചെയ്തു. ആ സമയത്ത് എനിക്ക് പിന്നെയും ലോങ് ടേം കെയർ ജനങ്ങളുമായിട്ട് ഇടപെടാനും കൂടുതൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും പേഷ്യൻസും ഫാമിലിയുമായിട്ട് ലോങ് ടേം കെയർ ആണെന്ന് മനസ്സിലാവുകയും, അപ്പോൾ അതിനിടയ്ക്ക് ഒരു കമ്പനി വിളിച്ചിട്ട് പുതിയൊരു ബിൽഡിംഗ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം, ലൈസൻസും എല്ലാം എടുത്തു കൊടുക്കണം, അവിടെ ബിൽഡിംഗ് ആളുകളെ പേഴ്സണൽ റിക്രൂട്ട് ചെയ്യണം എന്നൊക്കെ പറയുകയും, അങ്ങനെ ആ കമ്പനിക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് ചെയ്യുകയും ഫ്രം ദ സ്ക്രാച്ച് അവർക്ക് ലൈസൻസ് എടുക്കുകയും 6 മാസം അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു കമ്പനി വിളിക്കുകയും അവിടുത്തെ റീജിയണൽ വൈസ് പ്രസിഡന്റ് ആയിട്ടൊരു പൊസിഷൻ വരികയും 10 ഫെസിലിറ്റിയോളം നോക്കാനുള്ള ഒരു അവസരം വരികയും, എന്നാൽ അത് നോക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒരുപാട് യാത്രയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ വീട്ടിൽ ഇരിക്കാൻ സമയമില്ല. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പിന്നെയും വിചാരിച്ചു ഏതായാലും തിരിച്ചിവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്, കൂടുതൽ യാത്രയുടെ കാര്യമില്ല. ഏതായാലും എൻ്റെ ജീവിതാഭിലാഷമായിരുന്നൊരു CEO പൊസിഷൻ എനിക്ക് ആയിക്കഴിഞ്ഞു. അത് പണ്ട് ഞാൻ ഒരാളെ കണ്ടപ്പോൾ തോന്നിയൊരു വികാരമാണ്. അത് ഏതായാലും നേടിക്കഴിഞ്ഞു. ഇനി ഏതായാലും നമ്മൾ പഴയ കമ്പനി പിന്നെയും തിരിച്ചു വിളിച്ചു. ഞങ്ങളുടെ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫെസിലിറ്റി അവൈലബിൾ ആണെന്ന് പറയുകയും അത് എൻ്റെ ഒരു ബേബി ആയിട്ട് കരുതുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഏതായാലും അവിടെ തിരിച്ച് ജോയിൻ ചെയ്തു, എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ ഇപ്പോഴും ആ കമ്പനി 2 വർഷമായി പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ 17 വർഷത്തോളം ആ കമ്പനി തന്നെ വർക്ക് ചെയ്തു. ഏതായാലും 10-20 വർഷത്തോളം ഹെൽത്ത് കെയർ ഫീൽഡിൽ തന്നെയാണ്. ഒരു ഹൗസ് കീപ്പർ ടു CEO ജേർണിയുടെ ഒരു പ്രധാന വശങ്ങൾ മാത്രമാണ് പറഞ്ഞു വന്നത്. ഇതിനെല്ലാം വേണ്ടത് ഒരു പ്രധാനമായിട്ട് ഒരു നെറ്റ്വർക്കിംഗ് വളരെ അത്യാവശ്യമാണ്. whom do you know that matters more than what you know. നിങ്ങൾക്ക് മറ്റുള്ളവർ അറിയണം, ബന്ധപ്പെടണം. സേ ഹായ് ബൈ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മെയിൻറ്റെയിനിങ് ഇസ് എ സ്കിൽ. നമ്മൾ ക്രിസ്മസിനും
ആ മണിക്കെങ്കിലും വിളിച്ചിരിക്കണം ആൾക്കാരെ, പരിചയമുള്ളവരെ. ഇപ്പോഴത്തെ ഈ കൊറോണ കോവിഡ് കാലത്ത് നിങ്ങൾ ഒന്നോ രണ്ടോ സുഹൃത്തുക്കളെ, വിളിക്കാത്തവരെ, കുറെ നാളുകളായിട്ട് കാണാത്തവരെ വിളിക്കണം. ബന്ധങ്ങൾ നിലനിർത്തണം. ബന്ധങ്ങൾ നിലനിർത്തുമ്പോൾ നമുക്ക് നിങ്ങളെപ്പറ്റി പറയാൻ ആരുണ്ട്? നിങ്ങൾ മാത്രമേ ഉള്ളൂ. തനിക്ക് താനും വരിക്ക് തൂണും, അല്ലേ? അപ്പൊ നമ്മളെ പറ്റി പറയാൻ നമ്മൾ മാത്രമേ കാണുള്ളൂ. സോ യു ഹാവ് ടു സേ. പല ആൾക്കാരും പറയും നിങ്ങൾ അത് ചെയ്യും, ശരിയാണോ, നിങ്ങൾ ചുമ്മാ പടം വിടുകയല്ലേ, നിങ്ങൾ ഫേസ്ബുക്കിൽ ചുമ്മാ പടം വിടാൻ വേണ്ടി ഷോമാൻഷിപ്പ് അല്ലേ എന്നൊക്കെ പറയും. അതിലൊന്നും നിങ്ങൾ വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പടമിടാൻ പറ്റുള്ളൂ. ചുമ്മാ പടമിടാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾ പടമിടുന്നു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളെ പറ്റി ഒരാൾ പറയാണ്, എന്നെ പറ്റി ഒരാൾ പറയാണ്, ഈ ഹരി ഈസ് ദ നൈസസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ ഗുഡ് ഫോർ നത്തിങ് എന്നാണ്. ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നതിനേക്കാളും കാര്യങ്ങൾ ക്രിയാത്മകമായി ചെയ്യുന്നതിലാണ് കാര്യമിരിക്കുന്നത്. ഇപ്പോ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യും, അല്ലെ? നമ്മൾ എന്ത് ചെയ്താലും ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യും. ആ ക്രിട്ടിസിസം കൺസ്ട്രക്റ്റീവായി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ആ ക്രിട്ടിസിസം നിങ്ങളുടെ മനസ്സിനെ വ്യധിച്ചാൽ അത് നിങ്ങൾ വീട്ടിലിരുന്ന് ഡിമോറലൈസ്ഡ് ആയി ഡിപ്രസ്ഡ് ആയിട്ടിരുന്നാൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല. പുതിയ കാര്യങ്ങളിലേക്ക് പറ്റിയ ചിന്തകൾ വരത്തില്ല, ഇനിഷ്യേറ്റീവ് വരത്തില്ല, മുന്നോട്ടിറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവായി വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് കാര്യവും ചെയ്യുന്നത് നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്, ഇന്ന ജോലി, ഇന്ന ഇൻവെസ്റ്റ്മെന്റ് എന്നില്ല. ഏതാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, അറിയാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതില് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവണം. ഫണ്ടമെന്റൽസ് എല്ലാ കാര്യങ്ങളെ കുറിച്ചും ജനറൽ ആയിട്ടൊരു ധാരണ വേണം. പിന്നെ കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഏരിയയിൽ കൺസെപ്റ്റ് ക്ലാരിറ്റി, അതിന്റെ ബേസിക് ഇൻഫർമേഷൻ കൂടാതെ അത് എന്തിനാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്നുള്ളത്, അതിന്റെ വൈ ആസ്പെക്ട്സിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതിലിറങ്ങാവൂ. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അയാൾ മില്യനിയറായി, എന്നാൽ ഞാൻ അവിടെയും ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള അബദ്ധങ്ങളിലും ഞാൻ ചെന്ന് ചാടിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള പാഠങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബി കൈൻഡ് ടു അതേഴ്സ്, ട്രൈ ടു ഫൈൻഡ് ഹെൽപ്പ്. ഇപ്പൊ ആരും എന്നെ വിളിക്കുന്നില്ല, ആർക്കും ഹെൽപ്പ് വേണമെന്ന് ഫൈൻഡ് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഒരുപാട് പേർക്ക് ഹെൽപ്പ് വേണം. മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ, ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. പിന്നെ എപ്പോഴും ഞാനൊരു പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, യു നീഡ് ടു ബി എ PPP. എന്താണ് PPP? പാഷനേറ്റ് പോസിറ്റീവ് പീപ്പിൾ പേഴ്സൺ. പാഷനേറ്റ് പോസിറ്റീവ് പീപ്പിൾ പേഴ്സൺ. നിങ്ങൾ എപ്പോഴും ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരാളായിരിക്കണം. പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം. പോസിറ്റിവിറ്റി എന്ന് പറയുന്ന എല്ലാം ശുഭാപ്തി വിശ്വാസം തന്നെ. പക്ഷെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് യു ഹാവ് ടു ബിലീവ് ഇൻ യു. യു ഷുഡ് ബി കോൺഫിഡന്റ് ഇൻ യു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ രാവിലെ എണീക്കുമ്പോൾ യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ, ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, ഐ ക്യാൻ ഡു ഇറ്റ്, നോബഡി ക്യാൻ ഡു ഇഫ് ഐ കനോട്ട് ഡു എന്ന് നിങ്ങൾ സ്വയമായിട്ട് പറയണം. നമ്മുടെ ഇത് ഞാൻ പറഞ്ഞതല്ല, അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. യെസ് ഐ ക്യാൻ. രാവിലെ എണീക്കുമ്പോൾ 2 മിനിറ്റ് നിങ്ങൾ ഇത് തിരിച്ച് നിങ്ങൾ പറയണം. ടുഡേ ഈസ് ദ ബെസ്റ്റ് ഡേ ഫോർ മീ. Today is one of the best days in my life. Yes, I can. I can do it. God is always with me. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇത് നമ്മൾ രാവിലെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം എന്താണ് നമ്മൾ ആവാൻ പോകുന്നത്. ഞാൻ പണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ ഇയർ ആവണം. ടെക്സസിൽ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ കയറുന്നതും സ്റ്റേജിൽ കയറുന്നതും സംസാരിക്കുന്ന ആളുകൾ കൈയടിക്കുന്നതും എൻ്റെ കണ്ണിൽ സന്തോഷാശ്രുക്കൾ വരുന്നതും ഇതെല്ലാം എങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ
ആ സെയിം സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വിഷ്വലൈസ് ചെയ്യാം. പിന്നെ ആരെപ്പറ്റിയും കുറ്റം പറയാതിരിക്കുക ദയവ് ചെയ്ത് കഴിയുന്നത്ര. ഇറ്റ്സ് വെരി ടഫ്. നമ്മൾ പല ആൾക്കാരും 10 മൈൽ ഓടുന്നു, രാവിലെ ട്രെഡ്മിൽ ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു, എല്ലാം നല്ലത് തന്നെ. പക്ഷേ സ്വന്തം ഭാര്യയെക്കുറിച്ച് പോലും കുട്ടികളെക്കുറിച്ച് പോലും ഒരു മാസത്തേക്ക് ഒരു കുറ്റവും പറയാതെ. നെവർ ടെൽ എനിത്തിങ് ബാഡ് or with anybody. No blaming. If you can do that, you will be the fittest person in the world. It is very tough. ഞാൻ 11-15 ദിവസം വരെ പോയിട്ടുണ്ട്. പിന്നെയും തിരിച്ചു വരും, പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ. പക്ഷെ അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമെങ്കിൽ അതൊരു വിജയമാണെന്ന്, വൻ വിജയമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. 1 step at a day. പിന്നെ ഞാൻ പറഞ്ഞു കേൾക്കുന്നത്, ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന്. ആ ദിവസം എന്തെങ്കിലും ഡിഫറെൻറ്റ്, നിങ്ങൾ തരം ചെയ്യുന്നതായിക്കോട്ടെ, ഉടുപ്പ് മാറുന്നതായിക്കോട്ടെ, ഇടുന്ന സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. സ്മോൾ ചേഞ്ചസ് യു ക്യാൻ മേക്ക് എ ഡിഫറൻസ്, റൈറ്റ്? സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. അത്രയും ആമുഖമായിട്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം എൻ്റെ കഥകളൊക്കെ കേട്ടിരുന്നു. പലർക്കും എന്തെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം. തിരുമേനി, ഇവർക്കൊരു ചോദ്യം ഉള്ളത്, ഇതിനകത്ത് US വരാനായിട്ട് ആഗ്രഹിക്കുന്ന, US ആൻഡ് മെക്സിക്കോ ഏരിയയിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാര് ജോലി വെച്ചിട്ടല്ല, അവർക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് അവിടെയും കൂടെ ബിസിനസ് ചെയ്താൽ കൊള്ളാം, അതിന് വേണ്ടിയിട്ട് വന്നാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് വരുന്നത്, ബിസിനസ് വിസ അല്ല ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഐഡിയ ഉണ്ടാക്കിക്കൊണ്ട് US കൂടെ ഒന്ന് അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്കൊരു ഗൈഡൻസ്. ഇല്ല, നിങ്ങൾ ഏകദേശം 500,000 വരെ ഇൻവെസ്റ്റ് ചെയ്ത് 10 പേരെ നിങ്ങൾക്ക് ജോലി കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കാർഡിനുള്ള സ്കോപ്പുകളുണ്ട്. EB-5 എന്നൊക്കെയാണ് അതിന് പറയുന്നത്, അതിൻ്റെ സിസ്റ്റത്തിന്. അതുപോലുള്ള അപ്പം ആ ഇൻവെസ്റ്റ് ചെയ്ത് ഏത് മേഖലയിൽ സിറ്റിയുമായിട്ട് ചേർന്നുകൊണ്ടോ അല്ലാതെയോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വരാം. ഗ്രീൻ കാർഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കാർഡിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോഴത്തെ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എത്രത്തോളം എളുപ്പത്തിൽ കിട്ടും, എത്രത്തോളം സമയമെടുക്കുമെന്ന് പറയാൻ വയ്യ. പിന്നെ നിങ്ങളുടെ ഒരു ഓഫീസിൻ്റെ ഇവിടെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഓഫീസിൽ ഇവിടെ നിന്ന് US അഡ്രസ്സിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് എടുത്തു തരാം നിങ്ങൾക്ക്. ഇവിടുത്തെ എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു L1 വിസയിൽ വരാം. അങ്ങനെ ഒരുപാട് സെറ്റപ്പ് ചെയ്തവരുണ്ട്. അങ്ങനെ സെറ്റപ്പ് ചെയ്തതുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് തരാം. അവരുടെ ഹഡിൽസും ഡിഫിക്കൽറ്റീസും നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഓഫീസിൽ മാനേജ് ചെയ്യാം. വരാതെ തന്നെ മാനേജ് ചെയ്യാം, വെർച്വലായിട്ട് മാനേജ് ചെയ്യാം. അങ്ങനെ പല സ്കോപ്പുകളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾ വരിക എന്നുള്ളതാണ് ഉദ്ദേശം. വരിക എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റാഫിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടുത്തെ വർക്കുകൾ ക്രോഡീകരിക്കുന്നതിന് അതിനുള്ള സ്കോപ്പുകളുണ്ട്. പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങളുടെ ലിമിറ്റേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. യു ക്യാൻ കോൺടാക്ട് മീ. സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ദയവായി കോൺടാക്ട് ചെയ്യാം. ഞാൻ അതിന് വേണ്ട ആൻസേഴ്സ് കണ്ടുപിടിച്ച് തരുന്നതാണ്. പിന്നെ നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ലീഗൽ സർവീസ് കൊടുക്കുന്ന 2-3 ലോയേഴ്സ് ഉണ്ട്. ദുബൈയിൽ ഇരുന്നും ഒക്കെ ആയിട്ട് മലയാളി കമ്മ്യൂണിറ്റീസിന് എവിടെ ലോയുടെ ആവശ്യം വന്നാലും കൊടുക്കുന്ന ഒരു ലോ ഫേമായിട്ട് തന്നെയുണ്ട്. ഞാനതൊരു അഡ്വക്കേറ്റ് മനു ഉണ്ട്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കാം, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അഡ്വക്കേറ്റ് മനു. അഡ്വക്കേറ്റ് മനു. Advocate Manu. Hello. Yeah. Good evening. Can you hear me, doctor? Louder. Can you hear me? Can you hear me, doctor? Yeah, sound കുറച്ചുകൂടെ നന്നാകാനുണ്ട്. Okay, it's okay. അതെ. Hello. Good evening. Can you hear me? എന്നോട് ചോദിച്ചു. Hello. Okay, continue. Okay. Good evening, Mr. Harry. Hi.
ഞാൻ അഡ്വക്കേറ്റ് മനു ആണ്. നമ്മൾ തമ്മിൽ മെസ്സേജൊക്കെ അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ US-ല് ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഇന്ത്യൻ ലോയേഴ്സിൽ എസ്പെഷ്യലി ഫാമിലി ഡിസ്പ്യൂട്ടഡ് ഏരിയാസിൽ ഒരുപാട് സ്കോപ്പ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇനി മാറി വരുന്ന ഒരു അവസരത്തിൽ ഇപ്പോഴത്തെ കോവിഡ് ഇഷ്യൂസും ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ഒരു ലോ ഫേം US-ല് ഒരു എസ്പെഷ്യലി ഇന്ത്യൻ ഓറിയന്റഡ് പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലോ ഫേം? ഞാനൊരു ഇന്റർനാഷണൽ ലോ ഫേമിലാണ് വർക്ക് ചെയ്യുന്നത് ദുബൈയില്. അപ്പൊ ഇതിന് എന്തായിരിക്കും അതിന്റെ ഇപ്പോഴത്തെ ഒരു സ്കോപ്പ് ഇനി മാറി വരുന്ന സാഹചര്യത്തിൽ ഒന്ന് പറയാവോ? ഇല്ല, ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്തായാലും ഇവിടുത്തെ ലൈസൻസ് വേണമല്ലോ. അപ്പം ഇന്റർനാഷണൽ ലോ ആയിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇന്റർനാഷണൽ ലോമായിട്ട് ബന്ധപ്പെടുന്ന ഇവിടുത്തെ ലോയേഴ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു സബ് കോൺട്രാക്ട്, ഒരു സബ് കൺസൾട്ടിങ് ഫേം ആയിട്ട് വർക്ക് ചെയ്യാനായിരിക്കും അത്. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനു, അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഇവിടുത്തെ ഇന്ത്യൻ ഡയസ്പോറ ഒക്കെ ആണെങ്കിൽ തന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം H1B മറ്റ് ഈ പ്രൊഫഷണൽ വിസയിലൊക്കെ വന്നിരിക്കുന്നവർക്ക് എന്തായാലും ഇവിടുത്തെ ഇമിഗ്രേഷൻ ലോയേഴ്സിനെ ബന്ധപ്പെട്ടേ പറ്റുള്ളൂ. അപ്പൊ മറ്റേത് ഉള്ളത് ഇപ്പൊ ഇവിടെ ഇപ്പൊ OCI കാർഡ് ഉള്ളവര് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും വശങ്ങളെ കുറിച്ച് അതിന്റെ ലീഗൽ ഡോക്യുമെന്റ്സിന്റെ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളും താങ്കൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് തോന്നുന്നത്. സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ഒരു ക്വസ്റ്റ്യനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കണക്ട് ചെയ്ത് ഐ വിൽ ഗെറ്റ് കറക്റ്റ് ആൻസർ. ഐ എം എ ലോ ഗ്രാജുവേറ്റ് ഫ്രം ഗവൺമെന്റ് ലോ കോളേജ്. ഏത് വർഷമായിരുന്നു ഏത് വർഷമാണ് ഗവൺമെന്റ് ലോ കോളേജ് പഠിച്ചിരുന്നത്? 86, 89 ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഈവനിങ് കോളേജ് ആയിരുന്നു 3 വർഷം. സുകുമാരൻ ഡോക്ടർ വിജയനൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു സമയത്ത്. ഡേയ്സ് കോളേജ് ആയിരുന്നു. ഞാൻ ഈവനിങ് ആയിരുന്നു. നമ്മുടെ നടൻ സുകുമാരനൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. സുകുമാരന് കരീം ഒക്കെ ഉണ്ടായിരുന്ന അല്ലേ? ആ ബാച്ചല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇവർക്ക് ആക്ച്വലി ഇവര് ഓൺലൈനില് ലീഗൽ സർവീസസ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. വേറെ ആൾക്കാരുണ്ട് ഇതിനകത്ത് തന്നെ, ആൾക്കാരുണ്ട്. മറ്റൊരു അഡ്വക്കേറ്റ് സെർജി ഉണ്ട്, ഞാൻ അതിപ്പോ കണ്ടാ പരിചയപ്പെടുത്താം. അപ്പൊ ഇവർക്കൊക്കെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സേവനം ചെയ്യണമെങ്കിൽ അതൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ അവിടെ? ഇന്ത്യൻ ലോയേഴ്സ് ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇന്ത്യൻ ലോയേഴ്സ് തന്നെ ഉണ്ടല്ലോ. അപ്പം ഇന്ത്യൻ ലോയേഴ്സ് ഇവിടെ സ്പെസിഫിക് ആയിട്ടുണ്ട്. അപ്പം ഒരു ഇന്റർനാഷണൽ ലോയും മറ്റു കാര്യങ്ങളിലും ഇപ്പൊ ഇന്ത്യയിലെ പല കാര്യങ്ങളും ഇവിടുത്തെ ഇന്ത്യൻ ലോയേഴ്സ് ചിലപ്പോൾ പെട്ടെന്നില്ല. പുതിയ പുതിയ ചേഞ്ചസും മറ്റു കാര്യങ്ങളും ഒരു അപ് ടു ഡേറ്റ് ആവണമെന്നില്ല. അപ്പൊ അവരുമായിട്ടൊരു കൊളാബറേഷനില് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ ഒരു എളിയ തോന്നല്. എനിക്ക് തോന്നുന്നു അല്ല, നമുക്ക് ഡോക്ടർ ഒരു മിനിറ്റ്. അപ്പൊ ഇത് എന്തെങ്കിലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസസ് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ലൈസൻസ് ഹോൾഡേഴ്സിന് മാത്രമേ, ഇപ്പൊ നമ്മുടെ പവർ കൗൺസിൽ രജിസ്റ്റർ ചെയ്തത് പോലെ അവിടെ ലൈസൻസ് ഹോൾഡേഴ്സിന് മാത്രമേ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാല് ഇദ്ദേഹത്തിന് നമുക്കൊരു അപ്രോപ്രിയേറ്റ് ലോ ഫേമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പറ്റുമല്ലോ? തീർച്ചയായും. Thank you very much. I have a lot of friends, lawyers and judges in various fields. I'm very proud to say that I'm very connected, well connected. Very good, very good. So, if anything you need, I will find the way to get it done. And that is my kind of a hobby. 24/7 I'm on call. Last 18 വർഷമായി ഞാൻ 24/7 on call ആണ്. വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, വേൾഡ് മലയാളി കൗൺസിൽ, ഗ്ലോബൽ റൂറൽ ഹെൽത്ത് ആൻഡ് റീഹാബ് ചെയർ ആണ്.
കൂടാതെ ഫോമ അതെ അതെ മലയാളി ഹെൽപ്പ് ലൈൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവമുണ്ട്. എന്തായാലും വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒരു മലയാളി കൗൺസിലിന്റെ മലയാളത്തിലെ എഡിഷൻ പത്രം വരുന്നുണ്ടല്ലോ. അതിൽ ഞാൻ നോട്ട് ഒരു കോളം ഞാനാ എഴുതുന്നത്. ഏതിലത്? വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒരു പോർട്ടൽ ഒരു ന്യൂസ് പേപ്പർ വരുന്നുണ്ടല്ലോ. അതില് ലോ ടൈംസ് എന്ന് പറഞ്ഞിട്ട് ഒരു പങ്ക്തി എഴുതുന്നത് ഞാനാ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഞാനൊരു പത്രമായിട്ട് അസോസിയേറ്റ് നേർക്കാഴ്ച എന്ന് പറഞ്ഞിട്ട് ഒരു പത്രം ഇവിടുന്ന് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആണ് വരുന്നത്. നമ്മളിപ്പോ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേർക്കാഴ്ചയായിട്ട് ഞാൻ കണക്ട് ചെയ്ത് തരാം. So you can also write columns there. ഞാൻ ഓൾറെഡി ഞാൻ ഇന്റർനാഷണൽ ഫണ്ടിൽ എഴുതുന്നുണ്ട്. ഇത് പിന്നെ വെൽ ഓവർ പോകുന്നതാണ്. അപ്പൊ അതിന്റെ ലോ ടൈംസിന്റെ ഒരു കോളം ഞാൻ എഴുതുന്നുണ്ട്. അപ്പൊ അത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഇതിനകത്ത് കൊടുക്കാൻ വേണമെങ്കിൽ കണക്ട് ചെയ്ത് തരാം. അതിന്റെ ഇൻവെസ്റ്ററുമായിട്ട് എന്റെ പബ്ലിഷറുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ വളരെ അസോസിയേറ്റഡ് ആണ്. ഞങ്ങളിപ്പോ ഒരു ഗ്ലോബൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസീനിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ മാഗസീൻ ആണ്. പല രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പല ഇന്റർവ്യൂസും യൂട്യൂബ് ചാനലും എല്ലാം കൂടെ ഒരു ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു ഫസ്റ്റ് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും കയറാം, താല്പര്യമുള്ളവർക്കെല്ലാം കയറാം. ഞാൻ അയച്ചു തരാം, വിജയൻ സാറിന് അയച്ചു കൊടുക്കാം. അടുത്ത ഞായറാഴ്ച മെയ് 10-ാം തീയതി അവിടുത്തെ രാത്രി 9 മണി, ഇന്ത്യയിലെ രാത്രി 9 മണിക്ക്, ഇവിടുത്തെ 10:30 മണിക്ക് രാവിലെ ഞായറാഴ്ച മെയ് 10-ാം തീയതി നമ്മുടെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുമായിട്ട് എന്റെ സൂം മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കയറാം. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കുവാനും പ്രാവർത്തികമാക്കാനും സാധിക്കുന്ന ഒരു സെഷനാണ്. അതുമല്ല ഞാൻ ഈയിടയ്ക്കൊരു കൊറോണ വൈറസിനെ കുറിച്ച് ഒരു ഹ്യൂമൻ വൈറോളജിസ്റ്റേ ഉള്ളൂ, ഒരു മലയാളി ഇന്ത്യൻ എന്റെ അറിവില് US-ല് ഡോക്ടർ ശ്യാമസുന്ദരൻ കോട്ട എന്ന് പറയുന്നത്. അദ്ദേഹമായിട്ടൊരു ഇന്റർവ്യൂ ഒരു വൈറസിന്റെ സാധ്യതകളെ കുറിച്ച്, ഇതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച്, ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച്, ചൈനയുടെ ആ ഒരു ഭാവത്തെ കുറിച്ചൊക്കെ ഒരു വലിയ ഡിസ്കഷൻ. അതിന്റെ യൂട്യൂബിന്റെ ലിങ്കും വിജയൻ സാറിന് അയച്ചു തരാം. നിങ്ങൾക്കൊരു ഇമെയിൽ ബേസ് ഉണ്ടെങ്കിൽ വിജയൻ സാർ ഒന്ന് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കും. കാര്യം വളരെ ക്രിസ്പ് ആൻഡ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണിത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഒരുപാട് മിത്സ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് കൊച്ചൗസേപ്പ് ചിറ്റപ്പള്ളി സാറിനുമായിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് കോവിഡ്, കരിയർ ആൻഡ് കോൺസിക്വൻസസ് എന്നാണ്. അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ച് ആദ്യം സംസാരിക്കും. അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. പിന്നെ നിങ്ങൾ റേസ് യുവർ ഹാൻഡ് ചെയ്താല് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും. നിങ്ങൾ ഇത് എന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. പക്ഷെ ഇതുപോലുള്ള ചർച്ചകളിൽ നമ്മൾ വളരെ കീ ആയിട്ടുള്ള ചർച്ചകളിൽ കയറുന്നത് വളരെ വളരെ പ്രയോജനപ്പെടുന്നു. ഒരുപാട് കാര്യങ്ങൾ, ചില കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുന്നോട്ട് പോവാനായിട്ട്. I'm very thankful to you, Mr. Harry. താങ്ക്സ് എന്ന് പറയുന്ന ഒരു നല്ല വാക്കാണ്, പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇത് ലീഡിങ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. ചെസ്റ്റർ എൽട്ടൺ എന്നൊരാളാണ്, എന്റെ സുഹൃത്താണ് എഴുതിയിരിക്കുന്നത്, ലീഡിങ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ പുള്ളി ബെസ്റ്റ് സെല്ലറാണ്, ന്യൂയോർക്കിലെ ബെസ്റ്റ് സെല്ലറാണ്. അതായത് നമ്മൾ എപ്പോഴും എന്നും ആർക്കാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നത്? എല്ലാവരും ഒരു 2-3 ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ കാണും എന്തായാലും. എന്നും നമ്മൾ പറയുക gratitude. Today, my gratitude goes to Dr. Vijayan for inviting me for this panel, and about 150 people attended. ആരെയും ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ സാധാരണ എല്ലാ ഇമെയിലുകളും വാട്സാപ്പ് മെസ്സേജുകളും റിപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരുപാട് ഗ്രൂപ്പും ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളെ ഗ്രൂപ്പുകൾ ഇനി സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ മാറി പ്രയോജനമുള്ള ഗ്രൂപ്പുകളിൽ മാത്രം നിന്നുകൊണ്ട് കിട്ടുന്ന വാട്സാപ്പ്
ഫോർവേഡ് ചെയ്യുന്നത് കുറച്ചുകൊണ്ട് വാട്സാപ്പ് തൊഴിലാളിയായിട്ട് ജീവിക്കുന്നതിനേക്കാളും സ്വന്തമായിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്സാപ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ടൈം വയ്ക്കുക, അരമണിക്കൂർ നോക്കുക. അതാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ വൈഫ് എപ്പോഴും പറയും വാട്സാപ്പ് ഫോണോധരൻ എന്ന് ചിലപ്പോൾ എന്നെ വിളിക്കും. ഫോൺ ഇങ്ങനെ കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ആയുധം ഫോണാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറയാറുണ്ട്. അപ്പൊ എന്റെ ഫോൺ നമ്പര് 001-956-243-1043 എന്നാണ്. 001 അവിടുന്ന് വിളിക്കുമ്പോ 956-243. കേൾക്കാം, ഞാൻ പറഞ്ഞ കേട്ടായിരുന്നു. എന്റെ ഫോൺ നമ്പർ 001-956-243-1043 എന്നാണ് അവിടുന്ന് വിളിക്കുമ്പോ. പിന്നെ ഇമെയില് ഹരി ഹാപ്പി HARI-HAPPY 13 നമ്പര് @gmail.com. ഹരി ഹാപ്പി 13 @gmail.com. ഞാൻ എന്നെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ചീഫ് ഹാപ്പിനെസ് ഓഫീസർ എന്ന ലെവലിലാണ്. പലപ്പോഴും ഞാൻ പല കമ്പനിയിലാണെങ്കിലും പൊതുവെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് CHO ചീഫ് ഹാപ്പിനെസ് ഓഫീസർ എന്നാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കുക നമ്മുടെ ഒരു കടമയായിട്ട് കരുതുന്നു. വർത്ത് സ്പ്രെഡിങ് ഹാപ്പിനെസ്, വർത്ത് സ്പ്രെഡിങ്. ഹാപ്പിനെസ് ഇസ് എ ചോയ്സ്, നോട്ട് എ റിസൾട്ട്, അല്ലേ? അപ്പോ നമ്മള് പരസ്പരം സന്തോഷിക്കുക. നമ്മളിങ്ങനെ കടുംപിടിച്ച് മസിൽ പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ലല്ലോ. തിരുമേനി, ഒരു ചോദ്യമുണ്ട്. സർജി ജോസഫ് തോമസ് കുറെ കേസൊക്കെ നോക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ക്ലയൻസ് അവിടെയൊക്കെ ഉള്ളതാണ്, സീനിയർ ആണ്, ഹൈക്കോടതിയിലാണ്. സർജി കേൾക്കുന്ന? ഹലോ, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാനിത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഫുള്ളായിട്ട്. അപ്പം ഏത് സ്റ്റേറ്റിലാണ്? ഇവിടെ തന്നെയാണോ? ഞാൻ ടെക്സസിലാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ടെക്സസില് ആദ്യം അമേരിക്കയുടെ രണ്ടാമത്തെ എന്തോ ആദ്യം ചെന്നത് കൊളംബിയ സ്റ്റേറ്റിലായിരുന്നു അല്ലേ? അല്ല, എന്നത് ടെന്നസിയിൽ കൊളംബിയ എന്നുള്ള സിറ്റി. അതെ അതെ, സിറ്റി. ഓക്കെ 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 ഓക്കെ. അപ്പം ഞാൻ അവിടെ എനിക്ക് ഒത്തിരി ക്ലയൻസ് ഉണ്ട് അമേരിക്കയിൽ നിന്ന്. പിന്നെ ഈ ടെക്സസിലൊക്കെ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട് അതിനകത്ത്. കണക്ട് വിത്ത് മീ. എന്റെ അനുജൻ അവിടെ ഫ്ലോറിഡയിലുണ്ട്. അത് ശരി. എന്താ പേര്? എന്റെ അനുജന്റെ പേര് സുജിത്ത് എന്നാണ്. അത് ഇവിടെ ഹോമിയോ ഡോക്ടർ ആയിരുന്നു. സുജിത്ത് അറിയുമായിരിക്കണം. അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് തോന്നുന്നു. ബന്ധപ്പെട്ട് വരുന്നുണ്ട്. 2-3 വർഷം ആയാലും ഇവിടുന്ന് പോയിട്ട്. ഇതിന്റെ നമ്പർ ഒന്ന് കൊടുത്താൽ മതി. പുള്ളി അവര് തങ്ങളെ വിളിച്ചൊന്ന് പരിചയപ്പെട്ടോളൂ. അതെ, ഞാൻ സാറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേക്കാം. 001 956-243-1043. ഞാൻ പറഞ്ഞത് കൊച്ചിയില് ഒരു ബാർ അഡ്വക്കേറ്റ് CS മനുവിനെ അറിയോ? CS മനു. അറിയാം. പുള്ളി എന്റെ ക്ലാസ്മേറ്റ് ആണ്. മനുവിന്റെ ക്ലാസ്മേറ്റ്? അതെ അതെ. മനു ഞങ്ങൾ ലയളായിട്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് ലയളയിൽ പഠിച്ചത്. MSW. ഏത് വർഷമായിരുന്നു ഇവിടെ ലയളയിൽ കഴിഞ്ഞ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 82-84 ആണെന്നാണ് എന്റെ ഓർമ്മ. അല്ലല്ല, സോറി, 86-88 ആണെന്നുണ്ടെങ്കിൽ നമ്മളെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? കാരണം ഞങ്ങള് ലയളയിൽ MSW മിക്കവാറും വരാറുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ആ സമയത്ത് ലോ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. കാണാൻ വഴിയുണ്ട്. ഇപ്പം അന്ന് ഉണ്ടായിരുന്ന പരിചയക്കാരെയൊക്കെ എല്ലാം ഇപ്പം മിസ്സായി പോയി. കാരണം ഇത്രയും വർഷമായതുകൊണ്ട്. അതെ അതെ.
അപ്പൊ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം, നമ്പർ ഉണ്ട്, ഞാൻ ഈ നമ്പർ അനിയന് കൊടുക്കുകയും ചെയ്യാം. അതെ, ഇദ്ദേഹം ഇപ്പൊ ഇരിക്കുന്നത് ഇവിടുന്ന് 16,000 കിലോമീറ്റർ അകലെയാണ്. കേരളത്തിൽ നിന്ന് 16,000 കിലോമീറ്റർ അകലെയാണ്. അപ്പം US-ന്റെ ഏറ്റവും താഴ്ഭാഗത്ത് മെക്സിക്കോയുടെ ചേർന്നുള്ള ഒരു ചെറിയൊരു സിറ്റിയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ 10-12 വർഷം മുമ്പ് അവിടെ ചെല്ലുമ്പം അവിടുത്തെ മേയറെയൊക്കെ തിരുമേനി എന്നെ കൊണ്ട് പരിചയപ്പെടുത്തിയിരുന്നു. വളരെ അവിടെ ഒരുപാട് വെൽ കണക്റ്റഡ് ആണ്. അമേരിക്കയിലെ ഏതൊരു കാര്യം ചോദിച്ചാലും എവിടുത്തെ കാര്യം ചോദിച്ചാലും വളരെ വെൽ കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് എപ്പോൾ പോകുമ്പോഴും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു അഡ്വൈസ് മാത്രം മതി. പക്ഷെ നമുക്കൊരു ട്രസ്റ്റ് ചെയ്ത ഒരാളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിളിക്കാവുന്ന ഒരു ചാൻസ് ആണുള്ളത്.